25 സങ്കീർത്തനം 3 വാക്യമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. വാക്യം ഇങ്ങനെയാണ്, എല്ലാ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. കാത്തിരിക്കുന്നവർ, ആരെ കാത്തിരിക്കുന്നവർ? നമ്മൾ പലരെയും കാത്തിരിക്കാറുണ്ടല്ലേ? പല മനുഷ്യരെ നമ്മൾ കാത്തിരിക്കാറുണ്ട് ഈ ഭൂമി. ഇന്നയാൾ വരുമ്പോൾ, ഇന്നയാൾ എൻ്റെ വീട്ടിലെത്തുമ്പോൾ, ഇന്നയാൾ സൗദിയിൽ നിന്ന് വരുമ്പോൾ, ഗൾഫിൽ നിന്ന് വരുമ്പോൾ, അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കാത്തിരിപ്പിൻ്റെ ഫലം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവർ തക്ക സമയമാകുമ്പോൾ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആ വിഷയത്തിൽ നിങ്ങൾ ലജ്ജിച്ചു പോകും. നമ്മളെല്ലാവരും അങ്ങനെ. ഈ ലോകത്തിൽ നിങ്ങൾ എവിടെയാണോ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്നത്, നിങ്ങൾക്ക് പറയാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പല വിഷയത്തിലും പലരെയും നിങ്ങൾ കാത്തിരുന്നില്ലേ? പക്ഷെ തക്ക സമയമായപ്പോൾ അവർ കുടം മറച്ചു പോകുന്നത് പോലെ മാറിപ്പോയില്ലേ? സാധു കൊച്ചുഞ്ഞുദേശിയുടെ സഹോദരൻ കുടം മറച്ച് താൻ ഇരിക്കുന്ന കണ്ടപ്പോൾ കാണാതെ പോയി എന്ന ചരിത്രത്തിൻ്റെ ഭാഗമുണ്ട്. ആ പാട്ട് എഴുതാൻ ആരും സഹായമില്ല, ഈ പാരിൽ നിന്നുള്ള പാട്ട് എഴുതാനുള്ള കാരണം അത് തന്നെയാണ്. സ്വന്തം സഹോദരൻ മറന്നു കളഞ്ഞപ്പോൾ, കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ, കാണാതെ ഇരിക്കാൻ കുടം മറച്ച് പിടിച്ച് നടന്നു വന്നു. നമ്മൾ ആരെ കാത്തിരുന്നാലും, ഈ ഭൂമിയിൽ ആരെ നമ്മൾ പ്രതീക്ഷിച്ചാലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടത്തില്ല. ഈ ഭൂമിയിൽ അങ്ങനെയാണ്, മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. കാരണം വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, മനുഷ്യൻ സ്വാർത്ഥരാകുന്നു എന്ന്, തന്നിഷ്ടക്കാരാകുന്നു എന്ന്. അതുകൊണ്ട് ഒരു മനുഷ്യരിൽ നീ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്, പ്രതീക്ഷ വയ്ക്കരുത്. ഒരു മനുഷ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കത്തക്ക നിലയിൽ, നിങ്ങൾ ആശ്രയിക്കത്തക്ക നിലയിലുള്ള മോഹന വാഗ്ദാനങ്ങളായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമെന്നും, നിന്റെ പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാമെന്നും, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കൊതിപ്പിച്ച ആളുകളില്ലേ നിങ്ങളുടെ വീട്ടിൽ? എനിക്കറിയാം ഉണ്ടെന്ന്. കാരണം പല ആളുകളുമായിട്ട് ഞാൻ ഇടപെടുന്ന ഒരാളാണല്ലോ. അവരൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ രാവിലെ നിങ്ങളോട് പറയുന്നത്, അല്ല വെറുതെ ഒന്നും പറയുകയല്ല. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവദാസനെ കുഞ്ഞൊന്ന് പഠിച്ചു കഴിയട്ടെ, കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർ ഞങ്ങളുടെ രക്തബന്ധങ്ങളുണ്ട്. പക്ഷെ ഇന്നും 10 വർഷം മേളിലായി, തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ഒന്ന് ചോദിച്ചിട്ട് പോലുമില്ല, കൊച്ചുങ്ങൾക്ക് ജോലി ആയോ, കല്യാണപ്രായം ആയോ എന്ന് ചോദിച്ചിട്ട് പോലുമില്ല. എന്നാൽ മുമ്പേ വന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയതാ, സ്നേഹത്തോടെ പോയതാ, നീ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞു പോയ സ്വന്തം ആങ്ങളമാർ വരെയുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കരഞ്ഞ കണ്ണുനീരോടെ, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടുകൂടെ, വിതുമ്പുന്ന വായോടുകൂടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ അറിയാമോ? അവർ പ്രതീക്ഷിച്ചു പോയി, അവരാശിച്ചു പോയി, അവരാഗ്രഹിച്ചു പോയി. അങ്ങനെയുള്ളവരുടെ വായിൽ നിന്ന് വന്ന വാക്ക് അവർ വിശ്വസിച്ചു. പക്ഷെ അവർ ലജ്ജിച്ചു പോയി, അവർ തല കുനിക്കേണ്ടി വന്നു. ഇപ്പോൾ ആരുമില്ല, വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ അവരെന്ത് ചെയ്തിട്ടില്ല? വീട് വെച്ച് കൊടുത്തിട്ടില്ല. കൊച്ചിൻ്റെ കല്യാണം നടത്തി കൊടുക്കാം, സ്ത്രീധനത്തിൻ്റെ കാര്യമൊന്നും പേടിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ കൊച്ചിന് ഇപ്പോൾ 35 വയസ്സായി, പൈസ ഇല്ലാതെ വീട്ടിൽ നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ കാത്തിരിക്കണം. മാനുഷിക വാക്കുകൾ പറഞ്ഞ് തരത്തിനൊത്തവണ്ണം വാക്കുമാറ്റി പറയുന്ന മനുഷ്യനെ നീ ഒരിക്കലും കാത്തിരിക്കരുത്, പ്രതീക്ഷ വയ്ക്കരുത്. നിങ്ങളുടെ മൈൻഡ് വല്ലാതായിപ്പോൾ, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും. മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണത്താൽ നിങ്ങൾ ഈ ഭൂമിയിൽ മൂക്കിൽ ശ്വാസമുള്ളതിനെ നീ എന്ത് ചെയ്യരുത്?
വിശ്വസിക്കുകയും ചെയ്യരുത്, കാത്തിരിക്കുകയും ചെയ്യരുത്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇന്ന് രാവിലെ പറയുന്നത്. ആരെ നീ കാത്തിരിക്കരുത്. പകരം ഈ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും എന്ത് ചെയ്യത്തില്ല, ലജ്ജിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ നീ കാത്തിരിക്കണം. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ തലമുറയെ മാനിക്കാമെന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന പ്രവാചകനെ കൂടെ അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ ആ തിരുവചനത്തിൽ കൂടെ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ കാതുകളിൽ ഞാൻ നിൻ്റെ തലമുറയെ ആദരിക്കാം, നിൻ്റെ കുടുംബത്തെ മാനിക്കാം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യ വാക്കല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ ശബ്ദത്തെ നിങ്ങൾ മുറുകെ പിടിച്ചു. ദൈവം മാനിച്ചിരിക്കും. കാരണം ദൈവം വാക്ക് ഒരിക്കലും മാറ്റത്തില്ല. അബ്രഹാമിനോട് പറഞ്ഞത് അങ്ങനെയാണ്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്ക് പുരുഷപ്രജ ഉണ്ടാകും. ദൈവത്തിൻ്റെ വാക്ക് നോക്കണം. പക്ഷെ ചില റീസണുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ആ വാഗ്ദത്തം നിറവേറാൻ കഴിയാതെ പോയി ആ അടുത്ത വർഷത്തിൽ. പക്ഷെ നീണ്ട ചില വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ദൈവം പറഞ്ഞ വാഗ്ദത്തം കണ്ട് അനുഭവിച്ച് കൊതി തീർന്നിട്ടാണ് അബ്രഹാം മരിച്ചത്. ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാതെ നിങ്ങൾ മരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ടായിരിക്കും കിടക്കുന്നത്. കുഴിയിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കുകയായിരിക്കും. ഏത് സമയം നിന്നെ ആ കുഴിയിട്ട് മൂടത്തക്ക നിലയിൽ നീ മരണത്തെ കണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇന്നലകളിൽ ദൈവം നിന്നോട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ നിന്റെ കുടുംബത്തിന് വേണ്ടിയോ ഒരു വാഗ്ദത്തം നിനക്കു വേണ്ടിയോ തന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറാതെ, അത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ നീ മരിക്കുകയില്ല. ഒരിക്കൽ ജോസഫിൻ്റെ അപ്പനോട് പറഞ്ഞത് എന്താണ്? ആ വാഗ്ദത്തം നിറവേറാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊട്ടാരത്തിനകത്ത് വസിക്കുമെന്നും അനുഭവങ്ങൾ അനുഭവിക്കുമെന്നും ദൈവം ജോസഫിൻ്റെ അപ്പനോട് പറഞ്ഞു. പക്ഷേ ജോസഫ് മറ്റൊരു ദേശത്ത് ചെന്ന് അവിടുത്തെ ഒരു മന്ത്രിയായി മാറിയപ്പോൾ സഹോദരങ്ങൾ അറിഞ്ഞില്ല. ജോസഫാണ്, അവർ പൊട്ടക്കിണറ്റിലെടുത്തിട്ട സഹോദരനാണ് അവിടുത്തെ മന്ത്രി എന്നറിയാതെ ചാക്കുമായിട്ട് ധാന്യം ശേഖരിക്കാൻ വേണ്ടി അപ്പൻ്റെ പട്ടണത്തിൽ നിന്ന് ജോസഫിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ജോസഫ് അവരെ തിരിച്ചറിഞ്ഞിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് അപ്പൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്, തിരികെ ചെല്ലുമ്പോൾ ഉണ്ടാകുമോ എന്നറിയത്തില്ല. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു, ജോസഫ് മിസ്രൈമിൽ നിന്ന് രഥം പൂട്ടി എന്ത് ചെയ്ത് അപ്പൻ്റെ വീട്ടിൽ ചെന്നു. ജോസഫ് ചെന്നപ്പോൾ അപ്പനെ കണ്ടത് കട്ടിലിൽ കുത്തിയിരിക്കുന്നവനായിട്ടാണ് കണ്ടത്. ബാക്കിയുള്ള മക്കൾ വീട്ടിൽ നിന്ന് ധാന്യം ശേഖരിക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പൻ മരണത്തോട് മല്ലടിച്ച് വെള്ളം ഇറങ്ങാതെ കിടക്കുന്ന കണ്ടിട്ടാ പോയെ. പക്ഷെ യോസഫ് എന്നപ്പോൾ കണ്ടത് അതേ കട്ടിലിൽ അപ്പൻ എന്ത് ചെയ്യുന്നു, കുത്തിയിരിക്കുന്നു. കാരണം എന്തറിയാമോ? യോസഫിൻ്റെ അപ്പനോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു, രാജകൊട്ടാരത്തിൽ നീ എത്തുമെന്ന്. ആ വാഗ്ദത്തം അവൻ്റെ മേൽ കിടക്കുമ്പോൾ അവൻ എങ്ങനെ മരിക്കും? അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാൻ, ചില വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ, ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ആ കർത്താവിനായി തന്നെ നീ കാത്തിരിക്കെ. വേറൊരു വാക്ക് നീ കേൾക്കണ്ട, വേറെ ആരുടെയും ആ വിഷയത്തിൽ നീ ചെവി കൊടുക്കണ്ട. യേശു നിന്നോട് എന്തു പറഞ്ഞിട്ടുണ്ട്, യേശു നിന്നോട് പറഞ്ഞ കാര്യത്തിന് നീ ചെവി കൊടുക്കുക. യേശു നിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തിയിരിക്കും. നീ ആ വാഗ്ദത്തം കണ്ടിരിക്കും. ദൈവം നിന്നെ മാനിക്കും. നിന്റെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. ഇവിടെ ഈ ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. അടുത്തത്, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ആരാണ് ലജ്ജിക്കാത്തത്? ദൈവത്തെ കാത്തിരിക്കുന്നവർ. ആരാണ് ലജ്ജിക്കുന്നത്? വെറുതെ തൻ്റെ ഭക്തന്മാരെ ദ്രോഹിക്കുന്നവർ. ഇന്ന് രാവിലെ ആ വിഷയമാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്നെ ദ്രോഹിക്കുന്നവർ കാണും. നിന്റെ പട്ടണത്തിൽ കാണും, നിന്റെ വീട്ടിൽ കാണും, അയൽവക്കത്ത് കാണും, നിന്റെ പള്ളിയിൽ കാണും. നോക്ക്, അതെ, പള്ളിയിലും കാണും ദ്രോഹിക്കുന്നവർ, വീട്ടിൽ കാണും ദ്രോഹിക്കുന്നവർ. പക്ഷെ നീ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഭാരപ്പെടരുത്. ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വെറുതെയാണ് നിന്നെ ദ്രോഹിക്കുന്നതെങ്കിൽ ആ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ തല ഉയർന്നു നിൽക്കും.
നിന്റെ ശുശ്രൂഷയ്ക്കെതിരെയാണോ, നിന്റെ കുടുംബത്തിനെതിരെയാണോ, നിന്റെ തലമുറയ്ക്കെതിരെയാണോ പിശാച് നിങ്ങളെ ദ്രോഹിക്കുന്നത്? ആര് നിങ്ങളെ ദ്രോഹിച്ചാലും നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. അവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്റെ തല നിന്റെ പട്ടണത്തിൽ, നിന്റെ സഭയിൽ, നിന്റെ വീട്ടിൽ ഉയർന്നിരിക്കും. ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെക്കുറിച്ച് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പെനീന എന്ന് പറയുന്ന സ്ത്രീ, എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ, ഒന്ന് പെനീനയും ഒന്ന് ഹന്നയും. ഹന്ന മച്ചിയാണ്, പെനീന പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ആ വീടിനകത്ത് പ്രാർത്ഥിക്കുന്നവളായിരുന്നു ഹന്ന, പള്ളി പോകുന്നവളായിരുന്നു ഹന്ന, പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ, ന്യായപ്രമാണങ്ങൾ ഗ്രഹിക്കുന്നവളായിരുന്നു ഹന്ന. പെനീന അതൊന്നും ചെയ്യാത്തവളാ, പക്ഷെ അവൾക്ക് കുഞ്ഞുണ്ട്. അതുകൊണ്ട് പെനീന പറയുന്നു, നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? നീ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? നീ എന്തിനാ വേദപുസ്തകം എടുക്കുക, അല്ല ന്യായപ്രമാണം എടുക്കുന്നത്? നോക്ക്, ഞാനിതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ മുറ്റത്തോട്ട് നോക്ക്, ആ ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റേതാ. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും പള്ളിയിൽ പോയിട്ടും ഉപദേശിമാരുടെ പുറകെ പോയി വചനം കേട്ടിട്ടും ഒക്കെ നിനക്ക് എന്തേടി ഗതി? എന്താ നിനക്ക് കൊച്ചുണ്ടാകാത്ത? എന്താ നിനക്ക് കുടുംബം ഉണ്ടാകാത്ത? എന്താ നിനക്ക് തലമുറയുടെ നന്മ വെളിപ്പെടാത്ത? എന്താ നിനക്ക് ഒരു വിവാഹം നടക്കാത്ത? പ്രായം ഇത്രയായല്ലോ. എന്താ നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകാത്ത, ഒരു വീടുണ്ടാകാത്ത, ഒരു ജോലി കിട്ടാത്ത? വെറുതെ ഇരുന്ന് അങ്ങ് വീടിനകത്തിരുന്ന് ഈ ഹന്നായെ എന്ത് ചെയ്യുക? പെനീനെ അങ്ങ് ദ്രോഹിക്കുക, വെറുതെ ദ്രോഹിക്കുക. കാരണം ഉണ്ടായിട്ടൊന്നുമല്ല. അവക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയൊക്കെ ഇരിക്കണം. നമ്മൾ കണ്ടിട്ടില്ല, ചില ആളുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരെ എപ്പോഴും ദ്രോഹിച്ച് കുറ്റപ്പെടുത്തി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് അവരെ വല്ലാതെ ഭാരപ്പെടുത്തി ഇങ്ങനെ അരിശം വരുത്തിക്കൊണ്ടേയിരിക്കണം. അത് അവരുടെ ഹോബിയാണ്, അവരുടെ രക്തത്തിൽ കിടക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഇവിടെ ഹന്ന വീടിനകത്താണ് നിന്ദിക്കപ്പെടുന്നത്, വീടിനകത്താണ് ഒറ്റപ്പെടുന്നത്, വീടിനകത്താണ് പരിഹസിക്കപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീടിനകത്ത് പരിഹസിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഒറ്റപ്പെടുന്ന വ്യക്തിയാണോ? നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അല്ല, ജനിച്ചു വീണ വീട്ടിൽ, കൂടപ്പുറപ്പിൻ്റെ മുമ്പിൽ, കൂടെ ജനിച്ച സഹോദരൻ നിന്നെ ദ്രോഹിക്കുന്നുവോ, നിന്നെ വിഷമിപ്പിക്കുന്നുവോ, നിൻ്റെ അനിയത്തി, നിൻ്റെ ചേട്ടത്തി നിന്നെ ദ്രോഹിക്കുന്നുവോ? നിൻ്റെ വീടിനകത്ത് നിനക്ക് സ്വസ്ഥതയില്ലയോ? എവിടെയെങ്കിലും പോയി അങ്ങ് മരിച്ചാൽ മതി എന്ന് തോന്നുന്ന അവസ്ഥയാണോ? എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകും, അല്ല ഞാൻ മരിച്ചേനെ എന്ന് പറയുന്ന അവസ്ഥയാണോ? ഏക ആശ്രയമായിരുന്ന ഭർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ കൈക്കുഞ്ഞുങ്ങളുമായി അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുമായിട്ട് നീ കിടന്ന് കഷ്ടപ്പെടുകയാണോ? ഓരോ ദിവസവും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അന്നം മുട്ടുന്ന അവസ്ഥകൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ? പഴിയും ദുഷിയും അല്ലാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ പറയുന്ന അനുഭവങ്ങളുണ്ടോ? ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അവസ്ഥ ഇങ്ങനാണല്ലോ, എന്നെ എല്ലാവരും അങ്ങ് പഴിക്കുകയാണല്ലോ, ദുഷിക്കുകയാണല്ലോ എന്നാണോ നിനക്ക് പറയാനുള്ളത്? ഇന്ന് രാവിലെ ആത്മാവെ പറയാം, നീ പെർഫെക്റ്റ് ആണെങ്കിൽ, നീ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, നീ കർത്താവിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നിന്നെ ആരൊക്കെ വെറുതെ ദ്രോഹിച്ചാലും അവർ ലജ്ജിക്കും, നീ ഒരിക്കലും ലജ്ജിക്കത്തില്ല. അവർ പരാജയപ്പെടും, നീ പരാജയപ്പെടത്തില്ല. കാരണം നമ്മൾ കാത്തിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ ദൈവത്തെയാണ്. ദൈവത്തെ കാത്തിരിക്കുന്ന നിനക്ക് കർത്താവ് വരും, എൻ്റെ കണ്ണുനീര് തുടയ്ക്കും, ആ വീട്ടിൽ എന്നെ കൊണ്ടുപോകും, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു ഭവനം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കും എന്ന നിലയിൽ ദൈവത്തായി കാത്തിരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഈ ദ്രോഹം നിറഞ്ഞ സാഹചര്യത്തിൽ നീ ഒരിക്കലും ഭാരപ്പെടേണ്ട. കർത്താവ് നിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും. നിന്റെ കണ്ണുനീരവൻ തുടയ്ക്കും. നിന്റെ ജീവിതത്തിൽ വഴികളും വേദികളും കർത്താവ് തുറക്കും. ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കത്തില്ല പ്രിയരെ. ദൈവം നിങ്ങളെ മാനിക്കും. ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ ആ പട്ടണത്തിൽ ദൈവമാണ് കൊണ്ടെത്തിച്ചതെങ്കിൽ, ആ രാജ്യത്ത് ദൈവമാണ് കൊണ്ടെത്തിച്ചതെങ്കിൽ, നിങ്ങളെ അവിടെ മാനിക്കാൻ ദൈവശക്തനാണ്. നീ ജോലി ചെയ്യുന്ന ഫ്ലോറിൽ നിന്നെ നിന്ദിക്കുന്നവരാകാം, അന്യഭാഷക്കാരും അന്യജാതിക്കാരും അന്യരാജ്യക്കാരും നിന്നെ ദ്രോഹിക്കുന്നുണ്ടാകാം. നീ എടുക്കുന്നതും തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കുറ്റമായിരിക്കും. ഒരുപക്ഷെ നീ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളിൽ പോലും നീ ഒറ്റപ്പെടുന്ന, വേദനിക്കുന്ന അവസ്ഥയായിരിക്കാം. ജോലിസ്ഥലം ഓർക്കുമ്പോൾ നിനക്കിപ്പോൾ ഭീതിയാണ്. സ്വന്തം വീട്ടിലേക്ക് കയറി വരാൻ നിനക്ക് പറ്റുന്നില്ല. കാറിനകത്തിരിക്കുകയാണ്. വീട്ടിൽ നിന്ന്, ഓഫീസിൽ നിന്ന് വന്നിട്ട് വീടിനകത്ത് കയറാൻ പറ്റുന്നില്ല. കാരണം ആ വീടിനകത്ത് ചെല്ലുമ്പോൾ ദ്രോഹിക്കുന്ന, കലി തുള്ളുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നീ ആ പാർക്കിംഗ് ലോട്ടിൽ തന്നെ ഇരുന്ന് കരയായിരിക്കാം. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോടൊരു കാര്യം പറയാം.
നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നിങ്ങൾക്കൊരു ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, നിന്റെ വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ, നിനക്ക് സാമ്പത്തിക കടഭാരമുള്ള പേരിൽ നിന്നെ ആരെങ്കിലും വല്ലാതെ ദ്രോഹിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ഞാൻ ഇന്ന് രാവിലെ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം കൊള്ളട്ടെ, നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ഒരു ദൈവ പൈതൽ വല്ലാതെ ദ്രോഹിക്കപ്പെടുന്നെങ്കിൽ ഒരിക്കലും നിരാശപ്പെടരുത്. കർത്താവിനായി കാത്തിരുന്നാൽ മതി. കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും. ഒരു ദൈവ പൈതൽ ഏതൊക്കെ വിഷയത്തിലാണ് സ്വാഭാവികമായി ദ്രോഹിക്കപ്പെടുന്നത്, കഷ്ടം അനുഭവിക്കുന്നത്? ഒന്നാമത്തെ വിഷയം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നീ രോഗം അനുഭവിക്കും. നീതി നിമിത്തം കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞ അതിപ്രധാനമായ ഒരു കാര്യമാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നീ ഭാഗ്യവാണെന്ന് ചിന്തിക്കുക. നീതി ചെയ്തിട്ട്, നന്മ ചെയ്തിട്ട് നീതി നിമിത്തം നീ ദ്രോഹിക്കുന്നെങ്കിൽ ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവം നിന്റെ വിഷയത്തിൽ നീതി വെളിപ്പെടുത്തിയിരിക്കും. 2, ക്രിസ്തു നിമിത്തമാണ്. ക്രിസ്തു നിമിത്തം നിങ്ങളെക്കുറിച്ച് കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളതെന്നാണ് മത്തായി 5:11 വായിക്കുന്നത്. ക്രിസ്തു നിമിത്തം നിങ്ങളെക്കുറിച്ച് കളവായി പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട്, ആരാധിക്കാൻ ഇറങ്ങിയിട്ട് നിങ്ങളെ നോക്കി കളവായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ, അങ്ങനെ പറയുന്നവരില്ലേ കളവായിട്ട്? നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി പറയുന്ന ആളുകളില്ലേ? നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞു നടക്കുന്ന ആളുകളില്ലേ? നിങ്ങൾ നോക്കാത്ത, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ആയെന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളില്ലേ? എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മാവ് പറയുകയാണ്, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് കളവായിട്ട് പറയുന്നെങ്കിൽ, കളവായി നിങ്ങളെപ്പറ്റി പറയുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് എന്ന് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ദ്രോഹിക്കപ്പെടും, ഒരു വിശ്വാസിയായ നീ കർത്താവിന് വേണ്ടി നിന്നിട്ട് കളവായി പറയുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. 3-ാമത് അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ആ ദൈവസന്നിധിയിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരായി മാറും. കളവായി പറയുക. അപ്പോസ്തലനായ പൗലോസിനെ പറ്റി കളവായി പറഞ്ഞില്ലേ? അവൻ രാജ്യദ്രോഹിയാണ്, മതം മാറ്റാൻ വന്നവനാണ്, നമ്മുടെ ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇനി എന്തിനാ ഏറെ പറയും, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് കളവായി പറഞ്ഞില്ലേ? ഒരു കൂട്ടം സമൂഹം ഇറങ്ങി, പരീശന്മാരും സാധുക്കരും എല്ലാം കൂടെ വന്നിട്ട്, മഹാപുരോഹിതന്മാരെല്ലാം കൂടെ വന്നിട്ട് കളവായി പറഞ്ഞില്ലേ? ആ കളവായി പറഞ്ഞല്ലേ അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് നിലവിളിച്ചത്. ബർബാസിനെ വിട്ടുതരിക, കള്ളനെ വിട്ടുതരിക, നീതിമാനെ ക്രൂശിക്കാൻ വിധിച്ചത് എന്തിനാ? കളവായി പറഞ്ഞതല്ലേ. അവൻ നമ്മുടെ സഭയെ മുടിപ്പിക്കാൻ വന്നു, നമ്മുടെ അവകാശങ്ങളെ മുടിപ്പിക്കാൻ വന്നു, മോശയ്യ ന്യായപ്രമാണത്തെ തച്ചുടയ്ക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അവൻ രാജാവാണെന്നൊക്കെ പറഞ്ഞില്ലേ? കളവായി പറഞ്ഞില്ലേ? യേശുവിനെ കുറിച്ച് കളവായി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതല്ലേ? യേശു അതെന്തെങ്കിലും കാര്യമാക്കിയോ? യേശു പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുക അല്ലാതെ പ്രതികരിച്ചോ? ആക്ഷൻ എടുത്തോ? സഡൻലി ആക്ഷൻ എടുക്കണമെങ്കിൽ യേശുവിന് എടുക്കാമായിരുന്നു. കളവായി പറഞ്ഞവരെല്ലാം ചത്തുപോട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എല്ലാവരും ചത്തുപോകത്തില്ലേ? കരിഞ്ഞു പോകട്ടെ എന്നൊന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. യേശുവിനെ ദ്രോഹിച്ചവരെല്ലാം ഉന്മൂലനാശമാകട്ടെ എന്ന് പറഞ്ഞാൽ കുടുംബം പോലും ഗതി പിടിക്കുമോ? പക്ഷെ കർത്താവ് ചെയ്തില്ലല്ലോ. കാരണം കർത്താവ് എന്ത് ചെയ്തു? പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പം നിങ്ങളെക്കുറിച്ച് കളവായി പറയുമ്പോൾ, പൗലോസിനെ കുറിച്ച് കളവായി പറഞ്ഞു, കോലുകൊണ്ടടിച്ചു, ചന്തമൈതാനത്ത് നഗ്നനായി നിർത്തി, അർത്ഥനഗ്നനായി നിർത്തി അവനെ അടിച്ചു മുറിവേൽപ്പിച്ചു, തടവറയിൽ കൊണ്ടിട്ടു. 39 അടി പല പ്രാവശ്യം പൗലോസ് ഏൽക്കേണ്ടി വന്നു. നോക്ക്, ഈ വക കാര്യങ്ങളെല്ലാം പൗലോസ് അനുഭവിച്ചില്ലേ? ഇനിയും വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി സ്തേഫാനോസിനെ കാണുന്നില്ലേ? സ്തേഫാനോസിനെ കളവായി പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞില്ലേ? കൊന്നുകളഞ്ഞവരില്ലേ? കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. പഴയ നിയമത്തിൽ ജോസഫിനെ അവർ പൊട്ടക്കിണറ്റിലിട്ടില്ലേ? എന്തിന്? കളവായി പറഞ്ഞില്ലേ? അവൻ നമ്മെ നശിപ്പിക്കും, അവൻ നമ്മുടെ രാജാവാകും എന്ന് പറഞ്ഞ് ഒരു സ്വപ്നത്തിൻ്റെ പേര്. പക്ഷെ ജോസഫിനെ ദൈവം കൊന്നോ? ഇല്ല. പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ജോലിക്ക് ചെന്നപ്പോൾ പൊത്തിപ്പേറിൻ്റെ ഭാര്യ യോസഫിനെ പറ്റി കളവായി പറഞ്ഞില്ലേ? യോസഫ് തെറ്റ് ചെയ്യാൻ വേണ്ടി പൊത്തിപ്പേറിൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു എന്ന് പറഞ്ഞില്ലേ? പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയല്ലേ ചെയ്തേ?
പുത്തിപ്പറിന്റെ ഭാര്യയെ കളവായി പറഞ്ഞത് നിമിത്തം അവൻ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നില്ലേ കുറ്റക്കാരുടെ കൂടെ? പക്ഷേ കളവായി പറഞ്ഞപ്പോൾ യോസേപ്പ് അവിടെ തീർന്നോ? ഇല്ല. യോസേപ്പ് അവിടെ തകർന്നോ? ഇല്ല. പകരം അവനെ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം കൊണ്ടുപോയില്ലേ? ഒരു മന്ത്രിയാക്കി ദൈവം മാറ്റിയില്ലേ? അപ്പം നിങ്ങളെ വെറുതെ ദ്രോഹിക്കുന്നവർ ഈ ഭൂമി കാണും കേട്ടോ. ഒരുപക്ഷെ നിന്റെ സഹോദരങ്ങൾ പോലും നിങ്ങളെ ദ്രോഹിച്ചെന്നിരിക്കാം. ചില നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. റാന്നിയിൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ പ്രധാന പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ എന്ത് ചെയ്യുക? ഇവരെ വല്ലാതെ ദ്രോഹിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു 3.5 സെന്റ് സ്ഥലം താഴെ കിടപ്പുണ്ട്. ആ സ്ഥലം കൈവശമാക്കാൻ. പക്ഷെ ഇവരുടെ അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ ഈ 3.5 സെന്റ് സ്ഥലം പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ച് ആ ഫാമിലിക്ക് അപ്പൻ കൊടുത്തതാണ്. അതേ വിഷയത്തിൽ സ്വന്തം സഹോദരൻ കേസ് കൊടുത്തു, കോടതി കയറ്റി, പോലീസ് സ്റ്റേഷനിൽ കയറ്റി, വഴക്ക് ഉണ്ടാക്കി, ചീത്ത വിളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി. ഈ ഫാമിലി ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൽ അവർ കരയാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, കർത്താവേ, സഹോദരൻ ഞങ്ങളെ ദ്രോഹിക്കുന്നു. നോക്കിയൊന്ന് ആലോചിച്ച് നോക്കി. അന്വർത്ഥക്കാരല്ല പ്രിയരെ, സഹോദരൻ ദ്രോഹിക്കുന്നു. സഹോദരൻ ദ്രോഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? സ്വന്തം സഹോദരൻ സഹോദരി ദ്രോഹിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ആത്മാവി പറയാം, നിങ്ങളുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ കോടതി കയറരുത്, നിങ്ങൾ കേസ് കൊടുക്കരുത്, നിങ്ങൾ വക്കീലിനെ പിടിക്കരുത്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി SIയോട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു FIR ഉണ്ടാക്കരുത്. പകരം നിങ്ങൾ എത്ര ദ്രോഹിച്ചാലും നിങ്ങൾ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചോണം. നിങ്ങളെക്കുറിച്ച് കളവായി പറഞ്ഞാൽ, നിങ്ങളുടെ കൊച്ചുങ്ങളെക്കുറിച്ച് കളവായി പറഞ്ഞ്, നിൻ്റെ പെങ്കൊച്ചിനെക്കുറിച്ച് കളവായി പറഞ്ഞാൽ, പഠിക്കുന്ന നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, ജോലിക്ക് പോയ നിൻ്റെ ഭർത്താവിനെക്കുറിച്ച്, വീട്ടിലിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് കളവായി പറഞ്ഞാൽ നീ ഭാരപ്പെടേണ്ട. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുകയാണ്. നീ ദൈവത്തെ കാത്തിരുന്നാൽ മതി. ദാവീദ് പറഞ്ഞതുപോലെ നീ ദൈവത്തെ കാത്തിരുന്നാൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പേക്ക് നോക്കിയാൽ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നിങ്ങളുടെ മുഖം എന്ത് ചെയ്യത്തില്ല? ലജ്ജിക്കയില്ല. നിങ്ങളെ ദൈവം മാനിച്ചിരിക്കും. അപ്പം നിങ്ങൾ നോക്കിക്കേ, 2 കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നീ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യാം? ഉപദ്രവിക്കപ്പെടാം. കള്ളത്തിന് കൂട്ടു നിൽക്കാതെ, കൈക്കൂലി വാങ്ങിക്കാതെ, കള്ളസത്യം ചെയ്യാതെ, കള്ളസാക്ഷ്യം പറയാതെ, കോടതി പോകാതെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി, സത്യം സത്യമായിട്ട് തുറന്നു പറയുന്ന, കണ്ടതുപോലെ മറച്ചു വെക്കാതെ പറയുന്ന, നേരെ പോവുക, നേരെ വരിക, സത്യസന്ധമായി ജോലി ചെയ്യുക, എങ്ങനെ ജീവിക്കുന്നു? നീതിക്കായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഉണ്ടാകും? ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകും. കുറച്ച് വളഞ്ഞ വഴിയും തെറ്റായ മാർഗ്ഗത്തിൽ കൂടെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് കുറച്ചു കാലം കൂട്ടുകാരൊക്കെ കൂടിയെന്നിരിക്കാം. പക്ഷെ നീതിക്ക് നീ നിൽക്കുമ്പോൾ, സ്വന്തം വീട്ടിൽ പോലും ചിലപ്പോൾ നീതിക്ക് നിന്നത് നിമിത്തം, നീതിക്ക് വേണ്ടി നിന്ന നിമിത്തം സ്വന്തം വീട്ടിൽ പോലും നീ കുറ്റവാളിയായി മാറിയേക്കാം. സ്വന്തം അപ്പം പറഞ്ഞു കാണും, ഇങ്ങനെ ഒരുത്തനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കാണും. സ്വന്തം അമ്മ പറഞ്ഞു കാണും, എൻ്റെ ഉദരത്തിൽ ഇവൻ ജനിച്ചല്ലോ എന്ന് ചോദിച്ചു കാണും. കാരണം അറിയോ? തെറ്റ് ചെയ്തിട്ടല്ല, നീതിക്ക് നിന്ന കാരണത്താൽ. അങ്ങനെയുള്ളവരുണ്ട്, എനിക്കറിയാം. അങ്ങനെയുള്ളവരെ എനിക്കറിയാം പ്രിയരെ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നീതിക്ക് നിന്നിട്ട് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ഭാരപ്പെടരുത്. നീ ദൈവത്തിനായി കാത്തിരുന്നാൽ മതി. മറ്റൊന്നാണ് കർത്താവ് നിമിത്തം, യേശു നിമിത്തം. അപ്പോസ്തലന്മാരെല്ലാം യേശു നിമിത്തമാണ് കഷ്ടം അനുഭവിച്ചത്, ഉപദ്രവം അനുഭവിച്ചത്. യേശു നിമിത്തമാണ് പത്രോസിനെ തലകീഴായി ക്രൂശിച്ചത്. യേശു നിമിത്തമാണ് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത്. യേശു നിമിത്തമാണ് യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തിയത്. യേശു നിമിത്തമാണ് യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഇട്ടത്. വറച്ചട്ടിക്കകത്ത് കോരിയെടുക്കാൻ നോക്കുന്നത് പോലെ ചിക്കനൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വേവിച്ച് അതിനെ എന്ത് ചെയ്യുക? കോരിയെടുക്കുന്ന പോലെ വയോവൃദ്ധനായിരിക്കുന്ന യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയെ കോരിയെടുക്കാൻ നോക്കിയത് ക്രിസ്തു നിമിത്തമാണ്. പക്ഷെ അവരാരും തകർന്നില്ല. സ്തേഫാനോസ് പിന്മാറിയില്ല, പൗലോസ് പിന്മാറിയില്ല, യോഹന്നാൻ പിന്മാറിയില്ല, പത്രോസ് പിന്മാറിയില്ല. കാരണം അവർ കർത്താവിനായി എന്ത് ചെയ്തു? ഈ കഷ്ടതയുടെ നടുവിലും ഈ ദ്രോഹം സഹിക്കുമ്പോഴും കർത്താവിനായി തന്നെ കാത്തിരുന്നു.
ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഈ പറയുന്ന സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ആമേൻ എന്ന് പറഞ്ഞേര്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി, എത്ര പേർക്ക് ഈ ദൂത് അനുഗ്രഹമായി ഞാനൊന്ന് കാണട്ടെ. ആമേൻ എന്ന് നിങ്ങൾ എഴുതിയേര്. നിങ്ങളെക്കുറിച്ച് കളവായി പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ ഓഫീസിലുണ്ടെങ്കിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി നിന്നോണം കേട്ടോ. നിങ്ങളെക്കുറിച്ച് കളവായി പറയുന്ന ആരെങ്കിലും നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ തല പോകേണ്ടി വന്നാലും നീതിക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിന്നോണം. നമ്മുടെ കർത്താവിനെ നോക്കൂ. അവൻ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. അവസരത്തിനൊത്ത് കാലുമാറുന്ന വാക്കുമാറുന്ന ഒരുവനല്ല നമ്മുടെ യജമാനൻ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനായി നീ എന്ത് ചെയ്യണം? കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, വെറുതെ ദ്രോഹിക്കുന്നവർ നിനക്കുണ്ടെങ്കിൽ അവരെ ഓർത്ത് നീ പ്രാർത്ഥിക്കുക. അവരുടെ പേര് ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് ബൈബിളിനകത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അല്ലാതെ കോടതി കയറി ഇറങ്ങി, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി, MLA ഓഫീസ് കയറി ഇറങ്ങി, പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങി, രക്ഷിക്കപ്പെടാത്തവൻ്റെ കയ്യിൽ നിൻ്റെ കേസ് കൊണ്ട് കൊടുത്ത്, ജാതികൻ്റെ കയ്യിൽ നിൻ്റെ കാര്യം കൊണ്ട് കൊടുത്ത് അത് കുളമാക്കി ദൈവനാമം ദൂഷിപ്പിക്കാതെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നേ, നിന്റെ ശത്രു ഒരു വഴി വരും, 7 വഴിയായി ചിതറിപ്പോകുന്ന വാക്യമുണ്ടെങ്കിൽ ആ വചനത്തിനൊരു ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ആര് ദ്രോഹിച്ചാലും ഭാരപ്പെടരുത്. കർത്താവിൻ്റെ മുഖത്ത് നോക്കി അങ്ങ് ഇരുന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഉപദേശത്തിനായി സ്തോത്രം. ഒത്തിരി കഷ്ടതയിൽ കൂടെ, നിന്നയിൽ കൂടെ, പരിഹാസത്തിൽ കൂടെ കടന്നു പോകുന്നവർ ഈ സന്ദേശം ഇന്ന് രാവിലെ കേട്ടപ്പോൾ, സ്വന്തം വീട്ടിൽ ദ്രോഹിക്കുന്നവരുണ്ട്, സഹോദര കുടുംബത്തിൽ ദ്രോഹിക്കുന്നവരുണ്ട്. കർത്താവെ, അവർ ജോലി ചെയ്യുന്നിടത്ത്, സ്ഥാപനത്തിൽ, ആ ഹോസ്പിറ്റലിൽ, ആ ഓഫീസിൽ, ആ കമ്പനിയിൽ കർത്താവെ ദ്രോഹിക്കുന്നവരുണ്ട്. ഇവിടെ നിർത്തത്തില്ല, ഇവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. ദൈവമേ, മാസങ്ങൾ പറഞ്ഞ്, ഡേറ്റ് പറഞ്ഞ്, ഇത്ര മാസം ഇത്രാം തീയതിക്ക് മുമ്പ് നിന്നെ ഇവിടുന്ന് ഞാൻ പുകയ്ക്കുമെന്നൊക്കെ പറയുന്ന ദ്രോഹിക്കുന്ന ആളുകളുണ്ടപ്പാ ഇവരുടെ മുമ്പിൽ. ഇവരോട് നീ കരുണ കാണിക്കണേ. ക്രിസ്തു നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരായി ഇവര്. കർത്താവിൻ്റെ നാമനിമിത്തം വീട്ടിൽ നിന്ദിക്കപ്പെടുന്നു. കർത്താവിൻ്റെ നാമനിമിത്തം സമൂഹത്തിൽ നിന്ദിക്കപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീതിക്ക് നിന്നത് കാരണത്താൽ, സത്യത്തിന് വേണ്ടി നിന്ന കാരണത്താൽ ഒറ്റപ്പെട്ടു പോയ ഒത്തിരി പേര് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഒറ്റപ്പെട്ട വ്യക്തിയുണ്ട്, സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ട മാതാപിതാക്കളുണ്ട്, സ്വന്തം സഹോദരങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ട മക്കളുണ്ട്. കർത്താവെ, നീതിക്ക് വേണ്ടി നിന്ന കാരണത്താൽ, സത്യം വളച്ചൊടിക്കാൻ തയ്യാറല്ലാത്തതിനാൽ, കൈക്കൂലി വാങ്ങാഞ്ഞതിനാൽ, കള്ളസാക്ഷ്യം പറയാഞ്ഞതിനാൽ ഉപദ്രവിക്കപ്പെടുന്നവർ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ടപ്പാ. അത് നിമിത്തം നന്മ നഷ്ടപ്പെട്ടു പോയ, ഷെയർ നഷ്ടപ്പെട്ടു പോയ, ലഭിക്കേണ്ട പണം പോലും നഷ്ടപ്പെട്ടു പോയ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോയ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, പെൻഷൻ കട്ടായി പോയ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. വർഷങ്ങളായി ജോലി ചെയ്ത് ശമ്പളം കിട്ടാതെ നീതിക്ക് വേണ്ടി നിന്ന കാരണത്താൽ, സത്യം പറഞ്ഞ കാരണത്താൽ ശമ്പളം കിട്ടാത്ത ആൾക്കാരുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോയി വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടപ്പ. അവരോടൊക്കെ കർത്താവ് മനസ്സറിയാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ ആ വചനത്തിൽ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉപദ്രവം അനുഭവിക്കുന്ന, വെറുതെ കർത്താവ് ഉപദ്രവം അനുഭവിക്കുന്ന ഇവരോട് ദൈവ മനസ്സറിയണേ. കർത്താവെ, ഇവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോഴത്തെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് ഒരുമിച്ച് കൂടാം. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഗ്രേസ് ടിവിയിൽ ഈ ചാനലിൽ കൂടെ ദൈവിക സന്ദേശമുണ്ട് കേട്ടോ. കേൾക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. കാരണം ദൈവം തരുന്ന ആലോചനയാണ്, ദൂതാണ് അതാത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുന്നത്. ഈ ദൂത് കേട്ടോണ്ട് നിങ്ങൾ ഓരോ ദിവസവും ആരംഭിക്കുക. ആ പ്രഭാതം ആരംഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.